മസ്റ്റ് തിയേറ്റർ വാച്ച്. പ്രണവ് നല്ലോണം നല്ല മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. ലാസ്റ്റ് ക്ലൈമാക്സ് സൂപ്പർ. നല്ലായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ലതായിരുന്നു. ഒരു പാർട്ട് 2 ചിലപ്പോ വരാനുള്ള ഒരു സാധ്യത പോലെ ഫീൽ ചെയ്തു. പകലാണല്ലോ കണ്ടത്. ഓക്കെ, ശരി. സൗണ്ട് എഫക്ട്സ് ഒക്കെ നല്ലതാണ്. ഒരു ഹോളിവുഡ് പോലെയൊക്കെ തോന്നി. ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ നല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. സാധാരണ കാണാത്തൊരു പ്രണവമാണല്ലോ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കുറെ സമയം നമ്മൾ പേടിക്കുന്ന സീനുകളുണ്ട്. പടം മൊത്തത്തിൽ സൂപ്പറാണ്. ക്ലൈമാക്സ് ആണ് സൂപ്പർ. ഇന്റർവെല്ലിന്റെ ആ ഒരു ടൈമിലും ലാസ്റ്റ് ക്ലൈമാക്സ് സൂപ്പർ. പ്രണവിന്റെ അഭിനയം അടിപൊളി. സൂപ്പറാ. ഓക്കെ, അതെ. ഉണ്ട്. തിയേറ്റർ വാച്ച്, മസ്റ്റ് തിയേറ്റർ വാച്ച്. ഫോണിൽ കണ്ടെന്ന് ചോദിച്ചില്ല. സൗണ്ട് ഡിസൈൻ എല്ലാം പക്ക അടിപൊളി. ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് കുറച്ച് നല്ല സ്റ്റണ്ട് ഒക്കെ ഉണ്ട്. ഒന്നും പറയുന്നില്ല, സ്പോയിലർ പറഞ്ഞു. മലയാളത്തിൽ ഇങ്ങനത്തെ സിനിമകൾ കുറവല്ലേ. സാധാരണ ഇത്തരം സിനിമകൾ കുറവാണ് പറഞ്ഞത്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഹൊറർ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഫാമിലി പോയി കാണാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. അങ്ങനത്തെ ഹൊററല്ല, ഒരു ഫീൽ ഹൊററാണ്. ഹൊറർ ഫീൽ മൂവിയാണ്. മൊത്തത്തിൽ സിനിമ നന്നായി. മലയാളത്തിൽ ഇങ്ങനെ കുറച്ചല്ലേ തന്നെ. ചെറിയ ഇതുപോലെയുള്ള സിനിമകൾ അധികം വരാറില്ലല്ലോ. ഇംഗ്ലീഷ് ആ എന്താ പറയുക, മേക്ക് ഓവർ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. തിയേറ്റർ വാച്ച് ആവണം. അല്ലാതെ നമ്മൾ നല്ല സിനിമ. അതായത് നമ്മൾ മലയാളത്തിൽ ഇത്തരം സിനിമകൾ കുറവല്ലേ പറഞ്ഞത്. നല്ലതാ. സൂപ്പർ. അതായത് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിമിഷം പോലും എന്താ പറയണേ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കണ്ടു. പിന്നെ തിയേറ്ററും വളരെ നീറ്റായിരുന്നു. എല്ലാവരും സൈലന്റ് ആയിട്ട് വാച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. അപ്പോഴല്ലേ ആ സൗണ്ടിന്റെ ഒക്കെ ഇത് കിട്ടുള്ളൂ. OTT പോയിട്ട് നമുക്ക് ആ ഇത് കിട്ടില്ലല്ലോ. സൗണ്ട് എന്നാ നല്ല മൊത്തത്തിൽ നല്ല സിനിമയാണ്. പ്രണവ് സൂപ്പർ. എല്ലാ സിനിമയും നല്ലത് തന്നെയാണല്ലോ. ഇത് ഒരു പ്രത്യേകത. അതായത് വളരെ മെച്ചുവേർഡ് ആയിട്ട് തോന്നി. സാധാരണ ഇതിൽ നിന്ന് വളരെ മെച്ചുവേർഡ് ആയിട്ട് ഉള്ള ഒരു പ്രണവായിട്ട് തോന്നി. അതല്ല, അത് ഡിഫറെന്റാണ്. പ്രണവും ലാലും തമ്മിൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. ആക്ടിങ്ങിൽ രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഇതുണ്ട്, കണ്ടിന്യൂറ്റിയും അതുകൊണ്ട് സ്ലോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഓരോന്നിനും ഓരോ സിനിമയ്ക്ക് ഓരോ ഇതാണുള്ളത്. അപ്പൊ ഒരെണ്ണം ഇതാണ്, സ്പീഡാണ്. ഇപ്പൊ മാർക്കോ പോലെയാണോ നമ്മൾ വലയക്കോട്ടെ കലിവ്, അതല്ല. അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ മേക്കിംഗ് ആണ്. ശരി, പ്രണവ് അടിപൊളി. പടം നല്ലതായിരുന്നു. ഞാനിപ്പോ പറഞ്ഞോളൂ, പടം നല്ലതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനേക്കാൾ അതും മമ്മൂട്ടിയുടെ സിനിമ, ഇത് പ്രണവിന്റെ സിനിമ. അങ്ങനത്തെ ഒരു വ്യത്യാസം ഒരുപാടുണ്ട്. പ്രണവ് നല്ലോണം നല്ല മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ വളരെ നന്നായി. ലാലേട്ടന്റെ ജീൻ എന്ന് പറഞ്ഞാൽ ലാല് വേറെ, മോഹൻലാല് വേറെ, പ്രണവ് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഓരോ നടന്മാരുടെ ഇതും വ്യത്യാസമല്ലേ. ഈ പയ്യന് അവന്റെ അച്ഛന്റെ ഇത് ജീൻ കിട്ടിക്കാണും. പിന്നെ അവന്റെ കുടുംബം മുഴുവൻ ഫിലിം മേക്കേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു ജീൻ കിട്ടിക്കാണും. പക്ഷെ അടിപൊളിയായിട്ട്